ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗമാണ് കിട്ടിയേക്കുന്നത്. സ്തോത്രം. നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഒരു ഓഹരിയെ 7 8 വിഭാഗിച്ചു കൊള്ളുക. സ്തോത്രം. ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ഭൂമിയിൽ പെയ്യും. വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്തു തന്നെ കിടക്കും. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്ന് ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിഞ്ഞതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്ത് നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. ഇതോ അതോ ഏത് സഫലമാകുമെന്ന് രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്ന് നീ അറിയുന്നില്ലല്ലോ. വെളിച്ചം മനോഹരവും സൂര്യനെ കാണുന്നത് കണ്ണിന് ഇമ്പമാകുന്നു. മനുഷ്യൻ ബഹുകാലം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ അതിലൊക്കെയും സന്തോഷിക്കട്ടെ. എങ്കിലും അന്ധകാരകാലം ദീർഘമായിരിക്കും എന്ന് അവൻ ഓർത്തുകൊള്ളട്ടെ. വരുന്നതൊക്കെയും മായയത്രേ. യവനക്കാരാ, നിൻ്റെ യവനത്തിൽ സന്തോഷിക്ക, യവനകാലത്തിൽ നിൻ്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. ആകയാൽ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി നിൻ്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. ബാല്യവും യൗവനവും മായയത്രേ. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. യവനക്കാരാ, നിൻ്റെ യൗവനത്തിൽ സന്തോഷിക്ക, യവനകാലത്തിൽ നിൻ്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. കണ്ടോ? എനിക്കിത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ നമ്മളുടെ ഇടയിലുള്ള യുവതി യുവാക്കന്മാരെ കുറിച്ചാണ്. മദ്യവും മയക്കുമരുന്നിനും അടിമയായി എന്തെല്ലാം മ്ലേച്ഛ പ്രവൃത്തികളാണ് ഇന്നത്തെ തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പോസ്കോ കേസുകൾ വർദ്ധിച്ചു വരുന്നു. പീഡനങ്ങൾ നാട്ടിൽ ഏതെല്ലാം രീതിയിലുള്ള പീഡനങ്ങളാണ്. പ്രായഭേദമന്യേ എല്ലാവരെയും പീഡിപ്പിക്കപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണതകൾ പെരുകി വരുന്നു. വണ്ടി അപകടങ്ങൾ പെരുകി വരുന്നു. പുതിയ തലമുറ എന്തെല്ലാം മ്ലേച്ഛതയിലൂടെയാണ് നമ്മളുടെ തലമുറ കടന്നു പോകുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുകയും കാണുകയും പത്രത്തിലൂടെയും ഇപ്പോൾ യൂട്യൂബ് എടുത്താലും ഏത് മാധ്യമത്തിലൂടെ ആയാൽ പോലും ഇന്ന് അറിയുന്നതൊക്കെ പേടിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സ്തോത്രം. ഇപ്പോൾ സഭാപ്രസംഗിയുടെ പുസ്തകത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നതാണ്. എടുത്ത വചനവും അതിനെ നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. യവനക്കാരെ പറ്റി എഴുതി വച്ചിരിക്കുക. നിൻ്റെ യവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യുമ്പോൾ തന്നെ. കണ്ടോ? വീട്ടുകാൽക്കാർ വിറയ്ക്കും, ബാലന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പറ്റിയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സഭാപ്രസംഗിയുടെ പുസ്തകം എടുത്ത് എല്ലാവരും വായിക്കണം. അപ്പോൾ യുവാക്കന്മാരും യുവതികളും എല്ലാവരും തന്നെ ദൈവത്തെ ഓർക്കണം. കർത്താവിനെ ഓർക്കുകയും യേശുവിനെ ഓർത്ത് ജീവിക്കാനും തയ്യാറാവണം. അതിലൂടെയാണ് നമുക്ക് രക്ഷയുള്ളൂ. ഈ വിശുദ്ധ ബൈബിളിലൂടെ രക്ഷയുള്ളൂ. അല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ഓടാനോ അല്ലെങ്കിൽ ജീവിതത്തിലൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ കഞ്ചാവ് അല്ലെങ്കിൽ അതുപോലെ തന്നെ നടപ്പിന് പോകാനോ അങ്ങനെയൊന്നും പോകരുത്. കഞ്ചാവും മദ്യവും എല്ലാം ഉപേക്ഷിക്കണം. അങ്ങനെയുള്ള യാതൊരു വക കാര്യങ്ങളും ചെയ്യരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് കണ്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ കർത്താവിനെ അറിയുകയും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും ചെയ്യുക. വിട്ടുകൊടുത്ത് ആരാധിക്കുക. യേശുക്രിസ്തുവിനെ മനസ്സും ശരീരവും വിട്ടുകൊടുത്ത് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി അർപ്പിക്കുക. നമ്മൾ സമർപ്പിക്കുക. ആ സമർപ്പണം നമ്മളിലുണ്ടെങ്കിൽ ആർക്കും ഏത് തെറ്റിൽ നിന്നും രക്ഷ നേടാൻ പറ്റും. ഏത് പ്രശ്നത്തിൽ നിന്നും ഒരു രക്ഷ നേടാൻ പറ്റും.
ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഓടുന്നവർ കർത്താവേ എന്ന് വിളിച്ചാൽ, യേശു ക്രിസ്തുവിനെ വിളിച്ച് മുന്നേറാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു. പക്ഷേ ആ അനർത്ഥങ്ങളൊന്നും നമ്മളെ കവിയാനോ നമ്മളെ മൂടി നമ്മളെ നശിപ്പിക്കാനോ നോക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കർത്താവിനെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വചനം വായിക്കാൻ എനിക്ക് ഇന്ന് പകൽക്കാലം കർത്താവ് കൃപ നൽകി, ഒരവസരം നൽകി. ദൈവത്തിന് സ്തുതി, സ്തോത്രം.